എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം വളരെ സിമ്പിൾ ആണ്. ജർമ്മനിയിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പെർമനന്റ് റെസിഡൻസ് അതോ ജർമ്മൻ സിറ്റിസൺഷിപ്പോ? പലരും ഈ രണ്ടും ഒരേ കാര്യമാണെന്ന് കരുതാറുണ്ട്. പക്ഷേ ഇവ രണ്ടും ഒരേപോലെയല്ല. ഒന്നിൽ നിങ്ങൾ എപ്പോഴും ഒരു വിദേശ പൗരനാണ്, മറ്റൊന്ന് നിങ്ങൾ ജർമ്മനിയുടെ പൗരനാകുന്നു. ഇന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും PR എന്താണ്, ജർമ്മൻ സിറ്റിസൺഷിപ്പ് എന്താണ്, എന്താണ് കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നത്, ഇന്ത്യക്കാർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. മൈ നെയിം ഈസ് അഡ്വക്കേറ്റ് സച്ചിൻ, ഫൗണ്ടർ ഓഫ് ഡോയ്ച്ച് മിറ്റ് സച്ചിൻ ആൻഡ് exalen.org. ഇത് സേഫ് ഹോം ജർമ്മനിയാണ്. സേഫ് ഹോം ജർമ്മനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ദിവസവും വരുന്ന ചോദ്യങ്ങളാണ്: സാർ, PR കിട്ടിയാൽ പാസ്പോർട്ട് കിട്ടുമോ? PR കിട്ടിയാൽ സിറ്റിസൺഷിപ്പ് വേണ്ടേ? ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് നഷ്ടമാകുമോ? PR ആണോ നല്ലത്, സിറ്റിസൺഷിപ്പ് ആണോ നല്ലത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും എനിക്ക് മെസ്സേജുകളായിട്ട് വരാറുണ്ട്. ഈ ലൈവ് കാണുന്നവര് ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നും, ജർമ്മനിയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ജർമ്മനി എന്നും കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഫ്രീ ബി ഉണ്ട്. കോൺടാക്ട് മീ പേഴ്സണലി. ആദ്യം പെർമനന്റ് റെസിഡൻസ് എന്താണെന്ന് നോക്കാം. ജർമ്മനിയിൽ ഇതിനെ വിളിക്കുന്നത് നീഡർലാസ്സുംസെർലാബനിസ് എന്നാണ്. ഇത് ഒരു പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് ആണ്. അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് ജർമ്മനിയിൽ ദീർഘകാലം താമസിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ജർമ്മൻ സിറ്റിസൺ അല്ല. നിങ്ങളുടെ നാഷണാലിറ്റി മാറുന്നില്ല. ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. PR ഉള്ള ഒരാൾക്ക് സാധാരണമായി ലഭിക്കുന്ന ചില പ്രധാന ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമതാണ് ജർമ്മനിയിൽ ദീർഘകാലം താമസിക്കാം. എംപ്ലോയർ മാറാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. പുതിയ വർക്ക് വിസ വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യേണ്ട സാഹചര്യം പലർക്കും ഒഴിവാക്കാം. കരിയർ പ്ലാനിങ് കൂടുതൽ സ്ഥിരതയോടെ നടത്താം. ഇനി നമുക്ക് നോക്കാം ജർമ്മൻ സിറ്റിസൺഷിപ്പ് എന്താണ് എന്നുള്ളത്. ജർമ്മനിൽ ഇതിനെ ഐൻബ്യൂർഗറും എന്ന് പറയുന്നു. സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ നിങ്ങൾ ജർമ്മനിയുടെ സിറ്റിസൺ ആകുന്നു. അപ്പൊ സാധാരണമായി നിങ്ങൾക്ക് ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കും. അതേപോലെ തന്നെ വോട്ടിംഗ് റൈറ്റ്സ്, യോഗ്യതയുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺ എന്ന നിലയിൽ ലഭിക്കുന്ന അവകാശങ്ങളെല്ലാം തന്നെ ലഭിക്കും. പിന്നെ അതേപോലെ തന്നെ കോൺസുലർ പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ജർമ്മൻ പൗരൻ എന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എവിടെയും ലഭിക്കും. ഇനി നമുക്ക് രണ്ടൊന്ന് കമ്പയർ ചെയ്യാം, PR വേഴ്സസ് സിറ്റിസൺഷിപ്പ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR പോയിന്റ് ഔട്ട് ചെയ്യുന്നത് റെസിഡൻസ് സ്റ്റാറ്റസ് ആണ്. സിറ്റിസൺഷിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നാഷണാലിറ്റി ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം. PR ഇന്ത്യൻ സിറ്റിസൺ ആയി തുടരുന്നു. PR കിട്ടിക്കഴിഞ്ഞാലും സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജർമ്മൻ സിറ്റിസൺ ആകുന്നു. എന്നാൽ ഡുവൽ സിറ്റിസൺഷിപ്പ് സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തിയുടെയും സാഹചര്യങ്ങളുടെയും നിലവിലെ നിയമങ്ങളുടെയും ആശ്രയിച്ചിരിക്കും. ഡിഫറൻസ് നമ്പർ 3 എന്താണെന്ന് നോക്കാം. സോ PR കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് മാറത്തില്ല. സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കാം, എല്ലാ നിയമപരമായ നിർബന്ധങ്ങളും പാലിച്ചാൽ. ഡിഫറൻസ് നമ്പർ 4, PR എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് നമുക്ക് പരിമിതമാണ്. സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജർമ്മൻ സിറ്റിസൺ ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ വേണ്ട ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തിൽ നിന്ന് 2 സുഹൃത്തുക്കള് ജർമ്മനിലേക്ക് പോകുന്നു. ഒന്ന് സജിനും ഒന്ന് അരുണും. സോ അരുൺ ആദ്യം PR എടുത്തു, ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു, കരിയർ ബിൽഡ് ചെയ്തു, അവൻ PR-ൽ സന്തോഷവാനാണ്. എന്നാൽ സജിൻ ലോങ് ടേം ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ തീരുമാനിച്ച് ജർമ്മനി ചെന്നു. സിറ്റിസൺഷിപ്പ് എലിജിബിലിറ്റി ലഭിച്ചപ്പോൾ അപേക്ഷിച്ചു, ജർമ്മൻ സിറ്റിസണായി മാറി. രണ്ടുപേരുടെ തീരുമാനങ്ങൾ ശരിയാണ്, കാരണം അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. നമുക്കിനി നോക്കാം സിറ്റിസൺഷിപ്പിന് സാധാരണമായി എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഓരോ കേസും വ്യത്യാസമാണ്, റൂൾസ് മാറാൻ സാധ്യതയുണ്ട്. പൊതുവായി നിയമപരമായ റെസിഡൻസ് ലഭിക്കും, ആവശ്യമായ റെസിഡൻസ് പീരീഡ് ഉണ്ടാവും, ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി വേണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് ആവശ്യമായിട്ട് നടത്തേണ്ടി വരും, ഗുരുതരമായ ക്രിമിനൽ കൺവിക്ഷൻ ഇല്ലാതിരിക്കണം, നിലവിലെ നാഷണാലിറ്റി ലോ മറ്റ് നിബന്ധനകളും ഒക്കെ പാലിച്ചിരിക്കണം. ഇതിനകത്ത് ചില മിത്തുകളുണ്ട്, ചില തെറ്റിദ്ധാരണകളുണ്ട്. PR എന്ന് പറഞ്ഞ സിറ്റിസൺഷിപ്പാണ്, തെറ്റായ ധാരണയാണ്. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. സ്റ്റുഡന്റ് വിസ ഈസ് ഈക്വൽ ടു PR എന്ന് തെറ്റായ ധാരണയാണ്. മാരേജ് മാത്രം മതി PR കിട്ടാൻ എന്നുള്ളതും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ളതും ഒക്കെ തെറ്റായ ധാരണകൾ മാത്രമാണ്. ഇന്ത്യക്കാർ എന്താണ് മോസ്റ്റ്ലി ലക്ഷ്യമിടുന്നത്, കേരളത്തിലുള്ളവരൊക്കെ എന്താണ് മോസ്റ്റ്ലി ലക്ഷ്യമിടുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ആൻസേഴ്സ് അല്ല കൊടുക്കാനുണ്ടാവുക. ചിലര് ടെമ്പററി കാരിയർ ആണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം സെറ്റിൽമെന്റ് ആണ് നോക്കുന്നെങ്കിൽ, ഫാമിലി ഫ്യൂച്ചർ ആണ് നോക്കുന്നെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ മൊബിലിറ്റി ആണ് നോക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് സേഫ്റ്റി ആണ് നോക്കുന്നെങ്കിൽ,
ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്തിൽ നിൽക്കണം എന്നുള്ള തീരുമാനത്തിൽ വരുന്നത്. PR വളരെ നല്ല ഓപ്ഷനാണ്. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അതിലും വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. രണ്ട് മികച്ച ഓപ്ഷൻസ് ആണ്. പക്ഷെ ഓരോന്നിനും അതിന്റെ വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. കാരണം ഇത് നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റികൾ വലുതാണ്. സോ എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫ് അംബീഷൻ എന്താണോ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണോ, അതിനനുസരിച്ച് വേണം നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ അവിടെ കുറച്ച് നാൾ പോയി നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെ സിറ്റിസൺഷിപ്പ് നോക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. PR മതി, അല്ലേ? സോ നമ്മൾ ഇന്ന് ലൈവ് അവസാനിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കാം. നമ്മൾ PR എന്താണെന്ന് കണ്ടു, സിറ്റിസൺഷിപ്പ് എന്താണെന്ന് കണ്ടു, പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് കണ്ടു, ബെനിഫിറ്റ്സ് എന്താണെന്ന് കണ്ടു, കോമൺ മിത്സ് എന്താണെന്ന് കണ്ടു, ഇന്ത്യക്കാരെന്ത് തീരുമാനിക്കണമെന്ന് കണ്ടു. നിങ്ങൾക്ക് പറയാറുണ്ട് ജർമ്മനി എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജർമ്മനിക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിരുത്തി പഠിക്കേണ്ട കാര്യം ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ടു ലേൺ ദി ജർമ്മൻ ലാംഗ്വേജ് ഫ്രം A1 till C2, you can always contact us. We have a we have we have a platform, so it's called Deutsch mit Sajid. So we will provide you individual lessons from A1 till C2. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ജർമ്മനിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജർമ്മൻ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ലൈവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ ജോബ് സീക്കർ വിസയും ഓപ്പർച്യൂണിറ്റി കാർഡും ഏതാണ് നല്ലത് എന്നുള്ള കാര്യമാണ്. സോ സി യു ടുമാറോ at 10 o'clock sharp. Okay, signing off, Sajid from Safe Home Germany.